അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനം. അത്യാവശ്യ ഘട്ടങ്ങളിൽ ചിലർ നമ്മെ സഹായിക്കുമ്പോൾ നാം അവരോട് പറയാറുണ്ട്, നീ ഒരു മാലാഖയാണ്. ഒരു മാലാഖയാകുവാൻ ആഗ്രഹിക്കാത്തവർ ആരാണ്? കുഞ്ഞു ടോമിന് മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹവും ഒരു മാലാഖയാവുക എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിരുന്നുവോ അപ്പോഴൊക്കെ അവൻ ദൈവത്തോട് ചോദിച്ചിരുന്ന ഒരു കാര്യം മാത്രം, ദൈവമേ, എന്നെ ഒരു മാലാഖയാക്കി മാറ്റണമേ എന്ന്. തൻ്റെ സഹോദരിയുമായി ദേവാലയങ്ങളിൽ പോകുമ്പോഴും പ്രാർത്ഥന നടത്തുമ്പോഴും അവൻ്റെ പ്രാർത്ഥന ഒന്ന് മാത്രം, ദൈവമേ, എന്നെ ഒരു മാലാഖയാക്കി മാറ്റണമേ എന്ന്. അന്ന് പാതിരാ കുർബാന കഴിഞ്ഞ് ക്രിസ്മസ് രാത്രിയിൽ വീട്ടുകാരോടൊപ്പം ടെറസിൻ്റെ മട്ടുപ്പാവിൽ ആഘോഷം നടക്കുമ്പോൾ അവൻ താഴേക്ക് നോക്കി. അതങ്ങ് അകലെയായി തൻ്റെ കൂട്ടുകാരൻ്റെ ഭവനം. അവിടെ ആഘോഷങ്ങളില്ല, ആർഭാടങ്ങളില്ല. അവന് മനസ്സിൽ സങ്കടം തോന്നി. അവൻ അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങളിൽ ചിലതും ഒരു ചെറിയ ക്രിസ്മസ് കേക്കുമായി തൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഓടുകയാണ്. അവിടെ ചെന്ന് ആ കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാപ്പി ക്രിസ്മസ്. ആ കൂട്ടുകാരൻ നിറമഴികളോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, യു ആർ ആൻ ഏഞ്ചൽ. നീ ഒരു മാലാഖയാണ്. ഒരു മാലാഖയാകണമെങ്കിൽ ആകാശത്തോളം യാത്ര ചെയ്യേണ്ട, ഒരു വീടിനപ്പുറം, ഒരു മതിലിനപ്പുറം, ഒരു മേശയ്ക്കപ്പുറം നിന്നെ മാലാഖയാക്കുന്ന ഒരു സഹോദരൻ, ഒരു സഹോദരിയുണ്ട്. സാധിക്കട്ടെ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ഒരു മാലാഖയാകുവാൻ, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിത്തുകൾ മറ്റുള്ളവരിലേക്ക് പാകുവാൻ. ഹാപ്പി ക്രിസ്മസ്.